എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ പോകാൻ പോകുന്നത് കണ്ണൂരിൽ നിന്നും ഡെയിലി സർവീസ് നടത്തുന്ന കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് കയറിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. എൻ്റെ പുറകിലായിട്ട് ഈ കാണുന്നതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് കാണാം. Passengers kind attention, train number 1634 ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കുന്നത് ഇപ്പം കണ്ണൂർ ചെറുവത്തൂർ എക്സ്പ്രസ് ആണ് കേട്ടോ. അതിൻ്റെ റേക്കാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മുടെ 16348 മംഗലാപുരം സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ റേക്ക് ഇതുവരെ അവർ ഷണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. ആ റേക്ക് ഇത് ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടേ. നമ്മുടെ വണ്ടിയുടെ റേക്ക് ഇപ്പം അവർ ഷണ്ട് ചെയ്ത് കൊണ്ടിട്ടില്ല. സമയം ആവുന്നേ ഉള്ളൂ, ഒരുപാട് സമയമുണ്ട് ഇനി. പിന്നെ ഈ കാണുന്ന വണ്ടി കണ്ണൂർ SMVT ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. ഈ വണ്ടിക്ക് തന്നെ കണ്ടേ SMVT മുരുടേശ്വറായിട്ട് റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ ലോക്കോ വരുന്നത് ഒരു WP4 ലോക്കോ ഈറോഡ് ഷെഡിൻ്റെ ആട്ടോ. 22391 ലോക്കോയുടെ നമ്പർ. നമ്മുടെ വണ്ടി അതെ ഷണ്ട് ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പാവുന്നവർ കൊച്ചുവേളി എക്സ്പ്രസ് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോൾ കണ്ണൂർ SMVT ബാംഗ്ലൂർ എക്സ്പ്രസ്സിനെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ആ ഒരു കണ്ണൂർ ചെറുത്തൂർ എക്സ്പ്രസ്സിൽ അതിൻ്റെ ലോക്കോ ആണ്. ഇതിൻ്റെ ലോക്കോ ഈറോഡ് ഷെഡിൻ്റെ WP4 ലോക്കോ തന്നെയാണ്. പക്ഷേ അതിൽ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഒരു ലിവറിലുള്ള ഒരു ലോക്കോ ആണ്. കാരണം നല്ല ഭംഗിയുള്ള ഒരു ലോക്കോമോട്ടീവ് ആണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ട് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ അനൗൺസ്മെന്റ് ഇപ്പോൾ ഭയങ്കര കോമഡിയാണ്. ഞാൻ കേൾപ്പിച്ചുതരാം. അതാണ് കേട്ടോ നമ്മുടെ കോച്ച്. S3 കോച്ചാണ്. S3 2018 മാനുഫാക്ചർ ചെയ്ത കോച്ചാട്ടോ. പിന്നെ കോച്ചിൻ്റെ അകത്തേക്ക് കയറി വെക്കാം. ഇതാണ് നമ്മുടെ കോച്ച്. നല്ല നീറ്റായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ സീറ്റ് വരുന്നത് 4. ഈ ലോവർ ബർത്താണ്. വിൻഡോ സൈഡിന് കിട്ടി. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ കോച്ച്. ലൈറ്റൊന്നും ഓൺ ആക്കിയിട്ടില്ല, കറണ്ട് വന്നിട്ടില്ല. വാഷ്റൂമൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് ഇവിടുന്ന് എടുക്കുന്ന വണ്ടിയല്ലേ. അപ്പം ഇനി ഇതിൻ്റെ എഞ്ചിൻ പോയി നോക്കട്ടോ. ഏത് എഞ്ചിനാണ് നമ്മുടെ യശ്വന്ത്പൂർ വരെ കൊണ്ടുപോകുന്നുള്ളത്. KJMൻ്റെ ഒരു WP7 ലോക്കോ കേട്ടോ. കൃഷ്ണരാജപുരത്തിൻ്റെ WP7 ലോക്കോമോട്ടീവാണ് നമ്മുടെ ലോക്കോ വരുന്നത്. അതിൻ്റെ നമ്പർ വരുന്നത് 37680. ഈ ലോക്കോ ആണ് നമ്മളെ കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂർ വരെ എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ കോച്ചുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ടോട്ടൽ 7 സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റുകളും 5 തേർഡ് AC കോച്ചും ഒരു AC 2 ടയർ കോച്ചുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ എൻ്റെ ബാക്കിലുണ്ടാവും 2 കോച്ച്, അതായത് B1 B3 കോച്ചുകൾ ഹംസഫറിൻ്റെ കോച്ചാണ്. പുറമേ ലിവറി മാത്രമല്ല, ഉള്ളിലും ഹംസഫറിൻ്റെ കോച്ചാണ്. ഞാൻ കാണിച്ചു തരാം. 2020 ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹംസഫറിൻ്റെ കോച്ചാണ് ഈ B1ഉം B2ഉം B3യും കോച്ചുകൾ. ഹംസഫർ എക്സ്പ്രസ്. ഇങ്ങനെയാണ് കേട്ടോ ഹംസഫർ എക്സ്പ്രസിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടാവുക. ഇതേപോലെയാണ്.
പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വെച്ചാണുള്ളത്. 2 ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഫ്രണ്ടിലൊരു SLR കം ഡിസ്പ്ലേ കോച്ചും ആണുള്ളത്. അപ്പോൾ ടോട്ടൽ 3 ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ഈ വണ്ടിക്ക് ഉള്ളത്. അങ്ങനത്തെ കറക്റ്റ് ഓൺ ടൈമിന് 6:05 നമ്മുടെ വണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തു കേട്ടോ. നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 110ന്റെ മുകളിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടക്ടർ എടുത്തതിന് ശേഷം നല്ല സ്പീഡിൽ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പകുതിയുടെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കയറാനുണ്ട്. ഇന്നിപ്പോൾ ഒരു ബുധനാഴ്ച ദിവസമാണ്, എന്നിട്ടും നല്ല റഷാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് നമ്മുടെ വണ്ടിയിൽ കയറാനായിട്ട്. നമ്മുടെ വണ്ടിക്ക് സ്റ്റാർട്ടർ സിഗ്നൽ വീണു കേട്ടോ തലശ്ശേരിയിൽ നിന്ന്. ഇപ്പുറത്തൊരു വണ്ടി വരുന്നുണ്ടല്ലോ, അതേതാ? ഇത് നമ്മുടെ 16650 കന്യാകുമാരി മംഗലാപുരം സെൻട്രൽ പരശുരാം എക്സ്പ്രസ് ആട്ടോ, നമ്മുടെ സ്വന്തം പരശു.
മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് കയറി കേട്ടോ. 6:39 എത്തേണ്ടതാണ്, ഇപ്പോൾ 6:45 ആയി. എൻ്റെ വടകര സ്റ്റേഷനിൽ അവിടെ വണ്ടി എടുത്തു. ഇനി അടുത്ത വരുന്നത് കൊയിലാണ്ടിയാണ് നമ്മുടെ സ്റ്റോപ്പ്. എന്തോ പ്രശ്നം ഉണ്ടായല്ലോ, നമ്മുടെ വണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ വടകരയിൽ നിന്ന് എടുത്ത പാടത്തിന് നമ്മുടെ വണ്ടി നിർത്തിയേ. വീണ്ടും എടുത്തു. RPF ആരൊക്കെ കയറിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയിലേക്ക്. നമ്മുടെ കൊയിലാണ്ടി സ്റ്റേഷനെത്തി കേട്ടോ. കൊയിലാണ്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കയറി കേട്ടോ നമ്മുടെ കോച്ചിലേക്ക്. അങ്ങനെ കൊയിലാണ്ടിയിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തു. അടുത്ത സ്റ്റേഷൻ കോഴിക്കോട്. നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ SM സ്ട്രീറ്റിൻ്റെ ഒക്കെ ആ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരെ അങ്ങോട്ട് കയറി പോകുന്ന കേട്ടോ SM സ്ട്രീറ്റ്, മിഠായിത്തെരുവ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്.
archway. For the kind attention of passengers, കോഴിക്കോട് എന്താ പറയുക, ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അത്യാവശ്യം നല്ലൊരു കർവാണ് കേട്ടോ. അപ്പോൾ ആ കർവ് ഇറങ്ങി പോകുന്നതാണ് ഈ ഭയങ്കര ട്രാക്ക് സൗണ്ട് വരാനുള്ള കാരണം. ഇനി നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് പരപ്പനങ്ങാടിയാണ്. നമ്മളിത് ഈ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. നേരത്തെ ഞാനൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്ന കാണിച്ചില്ലേ, അത് ഫറൂഖ് സ്റ്റേഷനായിരുന്നു. ഫറൂഖ് പാലമാണ് അതിൻ്റെ മുന്നേ കണ്ടത്, ഫറൂഖ് പഴയ പാലം. അത് രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അതിലൂടെ പോകാനൊക്കെ ആയിട്ട് നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറ ഓണാക്കി വരുമ്പോഴത്തേനും വണ്ടി അതേതാണ്ട് പകുതി പാസ് ചെയ്ത് പോയി. കാരണം നല്ല സ്പീഡിൽ ഏതാണ്ട് 110 അടുപ്പിച്ച് വണ്ടി സ്പീഡിലാണ് ഫറൂഖ് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി എത്തി. ഇനി നമ്മുടെ ഈ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഇവിടെ നിന്ന് എടുത്തോട്ടോ വണ്ടി. ഇനി നമ്മുടെ വണ്ടിക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരൂർ, കുറ്റിപ്പുറം, ഷൊർണൂർ, പാലക്കാട്. ഇത്രയാണ് നമുക്കിനി കേരളത്തിൽ വരുന്ന സ്റ്റോപ്പുകൾ വരുന്നത്. ഇവിടുത്തെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. गाड़ी संख्या 1652 For the kind attention of passengers, train number 16528 has arrived on platform number 3.
തിരൂർ സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷൻ കാണിച്ച് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നതല്ല കേട്ടോ. നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഓവർനൈറ്റ് വണ്ടിയാണല്ലോ. അപ്പോൾ ഇത് കടന്നു പോകുന്ന ഫുള്ള് രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി പുറമേ ഉള്ള കാഴ്ചകളൊന്നും കാണിച്ചു തരാനായിട്ട് ലൈറ്റിൻ്റെ വിഷയമുള്ളതുകൊണ്ടാണ് ബാക്കി പുറത്തേക്കുള്ള കാഴ്ചയൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെയിനായിട്ടുള്ള സ്റ്റേഷനുകളെത്തുമ്പം കാണിച്ചു തരുന്നത്, സ്റ്റേഷനുകളുടെ കാര്യങ്ങൾ. അപ്പോൾ അല്ലാണ്ട് സ്റ്റേഷൻ കാണിച്ച ആരും ബോറടിപ്പിക്കുന്നതല്ല. എനിക്ക് ഈ കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂർ വരെ സ്ലീപ്പറിന് ആയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 370 രൂപയാട്ടോ. പ്ലസ് ബുക്കിംഗ് ചാർജും കൂടി വരും. 370 രൂപയാണ് ഒരാൾക്ക് കണ്ണൂർ ടു യശ്വന്ത്പൂർ വരെ ഫുൾ സ്ട്രെച്ച് സ്ലീപ്പറിൽ യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ തിരൂരിൽ നമ്മുടെ വണ്ടി എടുത്താൽ കുറച്ച് നേരം ഇവിടെ കിടന്നൊരു 5 മിനിറ്റിനടുത്ത് വണ്ടി ഇവിടെ കിടന്നു കേട്ടോ തിരൂര്. അടുത്ത സ്റ്റേഷൻ വരുന്നത് കുറ്റിപ്പുറമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൊർണൂർ. നമ്മളിത് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മുന്നിൽ പോയിട്ടുള്ള എന്താ പറയുക ഭാവനഗർ കൊച്ചുവേളി എക്സ്പ്രസ്സിനാണ് കിടക്കുന്നത്. അതിപ്പോൾ ഇവിടെ ഷൊർണൂർ എത്തിയിട്ടേ ഉള്ളൂ. ഒമ്പത് 5 നമ്മൾ ഷൊർണൂർ എത്തിയിട്ടോ. 9:05 ഇവിടെ നിന്ന് എടുക്കേണ്ട ടൈമാണ്. 9 മണിക്ക് ഇവിടെ വന്നിട്ട് 9:05 ഇവിടെ നിന്ന് എടുക്കേണ്ട ടൈം. ഇനി എപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. മിക്കവാറും ഈ വണ്ടി കാണുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് കുറേ നേരം ഇടാറുണ്ട്. ഇപ്പുറത്ത് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാവനഗർ ടെർമിനൽസ് തിരുവനന്തപുരം സൗത്ത് എക്സ്പ്രസ് ആണ്. ഇപ്പോൾ കൊച്ചുവേളി അല്ല, തിരുവനന്തപുരം സൗത്ത്. നേരത്തെ ഞാൻ കൊച്ചുവേളി എന്നല്ല പറഞ്ഞത്. ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇത് ഞാൻ നേരത്തെ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ വണ്ടി പോകുന്നതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പോയതിന് ശേഷമാണ് നമ്മുടെ വണ്ടി 3 ഷണ്ട് ചെയ്ത് കയറ്റിയത്. നമ്മുടെ വണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അത്ര വലിയൊരു ജാം പാക്ക്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നൊരു വീക്ക് ഡേ ആണ്, ബുധനാഴ്ച ദിവസമാണ്. എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ കോച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2018 ഉണ്ടാക്കിയ കോച്ചാണ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ ഉണ്ടാക്കിയ കോച്ചാണ്. 2018 ഒക്ടോബറിൽ ഉണ്ടാക്കിയിട്ടുള്ള SWRൻ്റെ കോച്ചാണിട്ടത്. അങ്ങനെ ഷൊർണൂരിൽ നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. ഏതാണ്ടൊരു 15 മിനിറ്റോളം ഷൊർണൂർ വിട്ടതിന് ശേഷമാണ് നമ്മുടെ വണ്ടി എടുത്തത്. സ്റ്റാർട്ടർ സിഗ്നൽ കിട്ടിയതിന് ശേഷം പിന്നെയും വണ്ടി ഒരു 5-10 മിനിറ്റോളം ഷൊർണൂർ കിടന്നു. ഭാവനഗർ കൊച്ചുവേളിക്ക് ഇതുവരെ സിഗ്നലായിട്ടില്ല. നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഇവിടെ പ്ലാറ്റ്ഫോമിൽ കയറിയതിന് ശേഷം ഇതിന് സിഗ്നലാവുള്ളൂ. കാരണം ആ വണ്ടി ഭാരതപ്പുഴ വഴി കടന്നു വരല്ലേ, അവിടെ സിംഗിൾ ലൈനാണല്ലോ. നമുക്ക് പാലക്കാട് ഭാഗത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് സിഗ്നൽ കിട്ടി. പിന്നെ ഈ വണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിൽ ജനറൽ കോച്ചുകളൊന്നുമില്ലേ. ബാക്കിൽ AC ആണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, AC ആണ് ഇതിന്. പിന്നെ ലോക്കോമോട്ടീവ് നേരത്തെ കണ്ട പോലെ തന്നെ ഭാവനഗർ ഷെൽഡിൻ്റെ ഒരു WAP7 ലോക്കോമോട്ടീവാണ്.
WP7 ലോക്കുമായിട്ട് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ആട്ടോ കയറി വരുന്നത്. റീസെൻ്റ്ലി ഇപ്പോൾ LHBയിലോട്ട് കൺവേർട്ട് ആയിട്ടുള്ള ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താട്ടോ. ഈ വണ്ടിയുടെ ഫസ്റ്റ് LHB റണ്ണിൻ്റെ വീഡിയോ. നമ്മളങ്ങനെ ഇവിടെ നിന്ന് നേരെ പാലക്കാട് ലൈനിലേക്ക് കയറി. രാത്രി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക വാളയാർ സ്ട്രെച്ച് ഒന്നും കവർ ചെയ്യാൻ തീരെ പറ്റില്ല. ഇവിടെ അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വരുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 165228 കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രികൾ कृपया ध्यान दें, गाड़ी संख्या 165228 कन्नूर यशवंतपुर एक्सप्रेस प्लेटफॉर्म क्रमांक 4 पर आ चुकी है. നമ്മളങ്ങനെ ഷൊർണൂരിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഡിലേ ആയിട്ട് എടുത്തെങ്കിലും 5 മിനിറ്റ് മുന്നേ നേരത്തെ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. 10 മണിക്കാണ് ഇവിടെ എത്തേണ്ടത്. ഇപ്പോൾ 9:55 ആയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി പാലക്കാട് എത്തി. ഇനി അടുത്ത് വരുന്നത് കോയമ്പത്തൂരാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പ്. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കേട്ടോ. അപ്പോൾ ഇവർ ചെറിയ യാത്രയിലാണ്. ഇപ്പോൾ ഇങ്ങോട്ട് എല്ലാവരും പോകുന്നത് അപ്പോൾ അവർ കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. അപ്പോൾ പാലക്കാട് വന്നിട്ടാണെങ്കിൽ അവിടെ നിന്ന് ബസ്സിന് പോകാനുള്ള പരിപാടിയാണ്. പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും നമുക്ക് പാലക്കാട്. പിന്നെ പാലക്കാട് നിന്ന് കൃത്യം 10 മണിക്ക് നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. ഓൺ ടൈമ് ചെറുകാർക്കോട്.
ബാംഗ്ലൂർ കൊച്ചുവേളി സ്പെഷ്യലാണ്. അതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 06084. ആ വണ്ടിയാണ് നമ്മൾ വാളയാർ സ്റ്റേഷനിൽ വെച്ചത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ആ വണ്ടി നമ്മൾ വരാൻ വേണ്ടി അവിടെ വെയിറ്റിംഗ്. നമ്മളങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു കോച്ച് ഷണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു വന്ദേ ഭാരതിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ കോയമ്പത്തൂർ ബാംഗ്ലൂർ വന്ദേ ഭാരതാന്ന് തോന്നുന്നു. ഉദയ എക്സ്പ്രസിൻ്റെ റേക്കാട്ടോ ഈ കിടക്കുന്നത്. ആ വന്ദേ ഭാരതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ കേട്ടോ. പുറകിൽ കാണുന്നത് KSR ബംഗളൂരു കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസിൻ്റെ റേക്കാണ് കേട്ടോ. ഡബിൾ ഡെക്കർ എക്സ്പ്രസ്സിലെ. പിന്നെ നമ്മളിപ്പോൾ ഇനി കോയമ്പത്തൂർ എത്തി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുപ്പൂർ, ഈറോഡ്, സേലം ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ രാത്രി ഒരുപാടാവും. അതിലിപ്പോൾ ഞാൻ കയറി കിടന്ന് ഉറങ്ങിയാലോ എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. നമ്മുടെ വണ്ടിക്ക് ഈ സ്റ്റാർട്ടർ സിഗ്നൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ തന്നെ എടുക്കും. അങ്ങനെ കോയമ്പത്തൂരിൽ നമ്മുടെ വണ്ടി എടുത്തു കിട്ടോ. வண்டி எண் 16528 கண்ணூர் யஷ்வந்த்பூர் எக்ஸ்பிரஸ் வயா திருப்பூர், ஈரோடு, சேலம், நரிமேடு 3 இருந்து புறப்பட தயாராக உள்ளது. നമ്മുടെ വണ്ടി പുറപ്പെട്ടെ. പക്ഷെ അനൗൺസ്മെന്റ് കേട്ടില്ലേ, പുറപ്പെടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എക്സ്പ്രസ് വയ തിരുപ്പൂർ. तो आज कन्नूर यशवंतपुर एक्सप्रेस वया तिरुपूर, ईरोड, सेलम प्लेटफॉर्म नंबर 3 से रवाना होने के लिए ഇപ്പോൾ ഒന്ന് MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ആണ്.
അത് കോയമ്പത്തൂരിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി തന്നെയാണ് കേട്ടോ ആലപ്പുഴ MGR ചെന്നൈ സെൻട്രലായിട്ട് പോകുന്ന റിക്ഷകളുടെ വണ്ടിയാണ്. ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏതാണ്ട് ബാനസവാടിയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഉള്ള സ്റ്റേഷൻസൊക്കെ ആണെങ്കിലും തിരുപ്പൂർ, ഈറോഡ്, സേലം ഇതൊക്കെ ഏതാണ്ട് മിഡ് നൈറ്റ് ആവുന്ന സമയത്താണല്ലോ നമ്മുടെ കോച്ചിലുള്ള ആൾക്കാരൊക്കെ എല്ലാം ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. എന്നാൽ നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി കർമ്മേരം സ്റ്റേഷൻ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബാനസവാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നേരത്തെ കഴിഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ 25 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ ബിഫോർ ടൈം അടിച്ചിട്ടാണ് നമ്മുടെ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. 6:45 കയറേണ്ട വണ്ടി 6:06 ആയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ ബാനസവാടി റെയിൽവേ സ്റ്റേഷനിൽ കയറിക്കൊണ്ടിരിക്കുക. ഫുൾ ടൈമിൻ്റെ ഓരോരോ കാര്യങ്ങൾ. അങ്ങനെ ബാനസവാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഇവിടെ വണ്ടികളിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ വണ്ടി കാര്യമായ അവസ്ഥയിലാണുള്ളത്. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് യശ്വന്ത്പൂരാണ്.
അതെ, ഒരുപാട് ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണേ. ഇനി ടൈമുണ്ട്. ഇപ്പോൾ 6:20 ആയിട്ടേ ഉള്ളൂ. 6:45 ഇവിടുന്ന് വണ്ടി എടുക്കുകയുള്ളൂ. അടുത്ത സ്റ്റേഷൻ വരുന്നത് യശ്വന്ത്പൂരാണ്. നമ്മുടെ കോച്ചൊക്കെ ഏറെക്കുറെ ഫുൾ കാലിയായിട്ടോ. യശ്വന്ത്പൂർ വരെ പോകാനായിട്ട് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ നമ്മുടെ കോച്ചിൽ. ഓൾമോസ്റ്റ് ഫുൾ കാലിയായിട്ടുണ്ട് നമ്മുടെ കോച്ച്. ഇന്നത്തൊരു 5-10 ആൾക്കാർ തന്നെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിലേക്കൊന്നും ആൾക്കാരൊന്നും നമ്മുടെ കോച്ചിൽ ഇല്ല. ഏറെക്കുറെ എല്ലാ ആൾക്കാരും നമ്മുടെ ബാലൻസ്വാടി ഇറങ്ങിപ്പോയി. യശ്വന്ത്പൂരിന് ഒസൂറിലേക്ക് പോകുന്ന മെമു ആണ് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഫ്രഷ് മെമോ കേട്ടോ. 2024 മെയ്ഡ് കോച്ചുകളാണ് ഫുള്ള്. അങ്ങനെ മെമോ എടുത്തുകൊണ്ട് പോയി നമ്മുടെ വണ്ടിക്ക് സിഗ്നലായി. കറക്റ്റ് നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. യശ്വന്ത്പൂർ സ്റ്റേഷനിലേക്ക് എത്താറായി കേട്ടോ. ഈ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ബിദാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് യശ്വന്ത്പൂരിലേക്ക് വരുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. ബിദാർ യശ്വന്ത്പൂർ എക്സ്പ്രസ്.
ഇപ്പോൾ ഒരു WP7 ലോക്കുമാണ് 39-278 ലോക്കോടെ നമ്പർ. ഒരു വിസ്റ്റയുടെ കോച്ച് കിടക്കുന്നുണ്ടോ? ഏതൊരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഫൈനലി അങ്ങനെ നമ്മളത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. യശ്വന്ത്പൂർ ജംഗ്ഷൻ. അങ്ങനെ ഫൈനലി നമ്മൾ കണ്ണൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം പുറത്ത് പോയിട്ട് സ്റ്റേഷനിലെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി തരാം. നമ്മൾ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വരുമ്പം ഇതാണ് ഇപ്പോൾ കേട്ടോ സ്റ്റേഷൻ്റെ അവസ്ഥ. അമൃത് ഭാരത് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ സ്റ്റേഷനിൽ ഫുള്ള് റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇറങ്ങി വരുമ്പോൾ ഉള്ളത്. അപ്പോൾ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പം യശ്വന്ത്പൂരിൽ നിന്നും മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു.